പാകിസ്ഥാൻ നിഷ്പക്ഷ രാജ്യമാണോ ഈ യുദ്ധത്തിൽ? പാകിസ്ഥാൻ ആരുടെ പക്ഷത്താണ്? ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാനുള്ള യോഗ്യത എത്രത്തോളമുണ്ട്? സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടാൽ, ആരാലെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ, പാകിസ്ഥാൻ്റെ ചുമതലയാണ്, ദൗത്യമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്, കരാർ അനുസരിച്ചുള്ള ഓബ്ലിഗേഷനാണ് സൗദി അറേബ്യയിലേക്ക് സേനാ വിന്യാസത്തെ അയക്കുക. സൗദി അറേബ്യയിലേക്ക് ഏതാനും പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ പോകുന്നുവെങ്കിൽ ദർ ഇസ് എ പർപ്പസ്. ഈ പർപ്പസ് എന്ന് പറയുന്നത് യുദ്ധം തുടരാൻ സാധ്യതയുണ്ട്, ചർച്ചകൾ ഒരു വഴിമുട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, പാകിസ്ഥാൻ സൈനിക സംഘം യുദ്ധവിമാനങ്ങളുമായി സൗദി അറേബ്യയിൽ എത്തിയെന്നൊരു വാർത്ത താങ്കളും വായിച്ചു കാണും. ഇത് ആശങ്കയ്ക്ക് വകവെക്കുന്നുണ്ടോ? കാരണം 2025 സെപ്റ്റംബർ 17 പാകിസ്ഥാനും സൗദിയും തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ. ഈ കരാർ പ്രകാരം ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കപ്പെടുമെന്നാണല്ലോ ആ കരാറിൽ പറയുന്നത്. അപ്പോൾ ഇറാനെതിരെ സൗദി സൈനിക നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ പാകിസ്ഥാനും ഒപ്പം ചേരാൻ നിർബന്ധിതരാകില്ലേ? ഈ ഒരു ഘട്ടത്തിൽ സൗദി ഇറാനെതിരെ തിരിയുമോ? എന്താണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ? ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പാകിസ്ഥാൻ നിഷ്പക്ഷ രാജ്യമാണോ ഈ യുദ്ധത്തിൽ? പാകിസ്ഥാൻ ആരുടെ പക്ഷത്താണ്? ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാനുള്ള യോഗ്യത എത്രത്തോളമുണ്ട്? അതിൻ്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ സൂചിപ്പിച്ച പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ സൗദിയിലേക്ക് ലക്ഷ്യമാക്കി പറക്കുന്നു, അവിടെ ലാൻഡ് ചെയ്യുന്നു. ഇതിനെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയും പാകിസ്ഥാനുമായി കഴിഞ്ഞ വർഷം വളരെ നിഗൂഢമായ ഒരു കരാറിൽ ഏർപ്പെട്ടു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിന് തുടർന്നുണ്ടായ ഒരു ആശയമാണത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി, പക്ഷേ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ പിന്നെ പാകിസ്ഥാൻ ഒരു സഹായം വേണം. ആക്രമിക്കപ്പെട്ടാൽ സൗദി അറേബ്യയുടെ സഹായം, അത് സൈനിക സഹായം അല്ലല്ലോ, അത് സാമ്പത്തിക സഹായമാവാം കൂടുതലായി. അതേസമയം സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ നിന്ന് ഒരു ഭീഷണിയുണ്ട്, ഒരുപക്ഷെ ഇസ്രയേലിൽ നിന്നും ആത്യന്തികമായി, ഇപ്പോൾ സുഹൃത്ത് ബന്ധമുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യയെ, ഒരുപക്ഷെ ജൂതരാജ്യമായ ഇസ്രായേൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സഹകരണ പന്ഥാവുകൾ വെട്ടുന്നത് എന്നതിനെക്കുറിച്ച് സംശയമുണ്ട്. അതുമാത്രമല്ല, ഇസ്രായേലും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ മോശവുമാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി സൗദി അറേബ്യ ആൻഡ് പാകിസ്ഥാൻ ഒരു കരാർ, ഈ കരാർ ഏവരെ ഞെട്ടിച്ചുകൊണ്ടാണ്, ഒരു പരിധിവരെ ഇന്ത്യയെയും മറ്റ് പല രാജ്യങ്ങളെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ കരാർ വന്നത്. അതിനർത്ഥം എന്താ? ഇറ്റ് ഇസ് എ മിലിറ്ററി ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് പാകിസ്ഥാൻ to come for Saudi's rescue. സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടാൽ, ആരാലെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ, പാകിസ്ഥാൻ്റെ ചുമതലയാണ്, ദൗത്യമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്, കരാർ അനുസരിച്ചുള്ള ഓബ്ലിഗേഷനാണ് സൗദി അറേബ്യയിലേക്ക് സേനാ വിന്യാസത്തെ അയക്കുക, വ്യോമസേനയെങ്കിലും അയക്കുക. മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ലോകത്തെ ഡിക്ലെയർഡ് ന്യൂക്ലിയർ പവറായി ഇന്നുള്ളത് പാകിസ്ഥാൻ മാത്രമാണ്. അതാണ് പാകിസ്ഥാൻ്റെ ഒരു ബലം. സമ്പദ് വ്യവസ്ഥ വളരെ പരിതാപകരമാണ്. പാകിസ്ഥാൻ്റെ ഉള്ളിലെ കൊഹീഷൻ വളരെ മോശമാണ്. പാകിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കുന്ന രാജ്യമാണ്. ലോകത്ത് വലിയ ഒരു ഇമേജുള്ള രാജ്യമല്ല. ഇതെല്ലാം ഒരു വശത്തുണ്ട്. ഈവൻ അമേരിക്ക ഏറെ തേടിക്കൊണ്ടിരുന്ന 9/11 സൂത്രധാരൻ ഒസാമ ബിൻ ലാദന് അഭയം കൊടുത്തു അബദ്ധബാദിൽ. അങ്ങനെ തീവ്രവാദത്തെ, അൽ-ഖയ്ദയെ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തിരുന്ന ചില കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലുണ്ട്. ഇതെല്ലാം തന്നെ പാകിസ്ഥാന് നെഗറ്റീവ് കാര്യങ്ങളാണ്. അതേസമയം പാകിസ്ഥാന് മുഖം മിനുക്കാൻ കിട്ടിയ ഒരു ഒന്നാന്തരം അവസരമാണ് ഇപ്പോഴത്തെ ഈ ചർച്ചകൾ. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വാർത്ത വരുന്നത്. പാകിസ്ഥാൻ വിമാനങ്ങൾ തിരക്കിട്ട സൗദിയിലേക്ക് പോയത് എന്തിനാവാം? ഇറാൻ ഒരുപക്ഷെ സൗദി അറേബ്യയെ ആക്രമിച്ചേക്കാം. അങ്ങനെയെങ്കിൽ സൗദി കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട്, സൗദി താവളങ്ങളിൽ നിന്നുകൊണ്ട് ഇറാനെതിരെ പാകിസ്ഥാൻ ആക്രമണം നടത്തുമോ? അല്ല എങ്കിൽ വെറുതെ ഒരു ഏറിയൽ സോർട്ടി ചെയ്യില്ലല്ലോ. സൗദി അറേബ്യയിലേക്ക് ഏതാനും പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ പോകുന്നുവെങ്കിൽ ദർ ഇസ് എ പർപ്പസ്. ഈ പർപ്പസ് എന്ന് പറയുന്നത് യുദ്ധം തുടരാൻ സാധ്യതയുണ്ട്, ചർച്ചകൾ ഒരു വഴിമുട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ചർച്ചകൾ പൂർണ്ണമായി ഈ വഴിമുട്ടി നിന്നതിന് ശേഷമല്ല വിമാനങ്ങൾ പറന്നതെന്ന് ഓർക്കണം. ചർച്ചകൾ വഴിമുട്ടിയത് ഈ ഞായറാഴ്ച ദിവസം
അതിരാവിലെയാണ് JD വാൻസ് പത്രസമ്മേളനം വിളിച്ച് പറയുന്നു, ചർച്ചകൾ അവസാനിച്ചിരിക്കുന്നു, ചർച്ചകളിൽ പുരോഗതിയില്ല, ചർച്ചകൾ പരാജയപ്പെട്ടു, അതുകൊണ്ട് തങ്ങൾ തൽക്കാലത്തേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ വിമാനങ്ങൾ സൗദി അറേബ്യ ലക്ഷ്യമാക്കി പറന്നു എന്ന് പറയുമ്പോൾ ചില മുന്നൊരുക്കങ്ങൾ നടക്കുന്നതായി കാണാം. ഇവിടെയാണ് ഇറാൻ്റെ ഭാഗത്തും സംശയം. ഇറാൻ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയെ സ്വാഗതം ചെയ്തു, ആദ്യം ഇപ്പോഴും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഇറാൻ പാകിസ്ഥാൻ മധ്യസ്ഥതയെ സ്വാഗതം ചെയ്യുന്നതെന്നറിയില്ല. ആത്യന്തികമായി അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൽ പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഏറെക്കാലം കൊണ്ട് ഇന്ത്യക്ക് അത് വെളിപ്പെട്ടതുമാണ്. അസിം മുനീറിനെ എത്ര പ്രാവശ്യമാണ് ചർച്ചകൾക്ക് വേണ്ടി, പ്രത്യേക സന്ദർശനത്തിന് വേണ്ടി ട്രംപിൻ്റെ തന്നെ അതിഥിയായി വിളിച്ചത്. അങ്ങനെ സാധാരണ സംഭവിക്കുമോ? ഏതെങ്കിലും രാജ്യത്തിന് സേനാ തലവനെ അല്ലെങ്കിൽ ജനറൽ അസിം മുനീറിനെ പോലെ ഒരാളെ, അങ്ങനെ വലിയ ഇമേജൊന്നും ഇല്ലാത്ത ഒരാളെ അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരം അതിഥിയായി സ്വീകരിക്കുമോ? അപ്പോൾ ചില ഉദ്ദേശങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ വിരുദ്ധത മാത്രമായിരിക്കില്ല, മറിച്ച് പാകിസ്ഥാനെ പ്രയോജനപ്പെടുത്താം. പാകിസ്ഥാൻ അമേരിക്കയുടെ കൺട്രോളിൽ നിൽക്കും, ഇന്ത്യ കൺട്രോളിൽ നിൽക്കില്ല. ഒരുപക്ഷെ ഈ സമാധാന ചർച്ചയ്ക്ക് ഏറ്റവും നല്ല രാജ്യം ഇന്ത്യ തന്നെയാണ്. അത് പലയാവർത്തി നമ്മൾ സൂചിപ്പിച്ചതുമാണ്. എന്തുകൊണ്ടാണ്? ഇറാനുമായി നല്ല ബന്ധം, ഇസ്രയേലുമായി വലിയ ഊഷ്മളമായ ബന്ധം, അമേരിക്കയുമായി വ്യാപാര ബന്ധത്തിൽ ചില കല്ലുകടികൾ ഉണ്ടായെങ്കിലും അമേരിക്കൻ താല്പര്യത്തിന് പൂർണ്ണമായി എതിരെ ഇന്ത്യ നിൽക്കില്ല. ഗൾഫ് രാജ്യങ്ങളുമായി വളരെ 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 ആരോഗ്യപരമായ ചരിത്രപരമായ ബന്ധം നമ്മുടെ ഏറെ ആളുകൾ ഗൾഫിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ചർച്ച നടത്താൻ കൊള്ളാവുന്ന ഒരു ന്യൂട്രൽ പോയിന്റ് ഇന്ത്യ തന്നെയാണ്, പാകിസ്ഥാനല്ല. പക്ഷേ ചൈനയ്ക്ക് പാകിസ്ഥാനോടുള്ള പ്രത്യേകമായ അടുപ്പം അതൊരു പക്ഷേ ഇറാനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുകയാണെങ്കിൽ ചൈനയിലൂടെ തങ്ങളുടെ താല്പര്യം കൂടി ഒരു സമ്മർദ്ദപൂർവ്വം പരിഗണിക്കപ്പെട്ടേക്കാം എന്ന ഒരൊറ്റ ചിന്തയാണ് ഇറാനെ ഇതിനകത്ത് അടുപ്പിച്ചത്. പക്ഷേ ഇസ്രയേൽ ഒട്ടും സ്വീകാര്യമല്ല പാകിസ്ഥാനെന്ന് ഓർക്കണം. ഇസ്രയേൽ സ്കീം ഓഫ് തിങ്സിൽ പാകിസ്ഥാൻ ഇല്ല. പാകിസ്ഥാനെ ശത്രുപക്ഷത്ത് തന്നെയാണ് ഇസ്രായേൽ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധിയും ഈ ചർച്ചയിൽ ഇസ്ലാമാബാദിൽ പറന്നിറങ്ങിയില്ല എന്ന് ഓർക്കണം. ക്ഷണിച്ചതുമില്ല, വന്നതുമില്ല, ക്ഷണിക്കപ്പെട്ടതെന്ന് ആഗ്രഹിച്ചതുമില്ല. യുദ്ധം തുടരാൻ വേണ്ടി ചെയ്യാവുന്ന പണി ഒക്കെ ഇസ്രായേൽ ഇതിനിടയിൽ ചെയ്യുന്നുണ്ട്. ലെബനാനിലെ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഞാനത് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇത് പ്രകോപനമെന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അതോ തന്ത്രപരമായൊരു നീക്കമെന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല, അതോ ഇത് ഒരു റുട്ടീൻ എക്സസൈസിൻ്റെ ഭാഗമാണോ. എന്നിരുന്നാലും ലോകം അറിയാൻ വേണ്ടി തന്നെയാണ് ചർച്ചാ സമയത്ത് പാകിസ്ഥാൻ വിമാനങ്ങൾ സൗദി അറേബ്യയിലേക്ക് പറത്തിയത്. ഒരുപക്ഷെ സൗദിക്കും ലോകത്തോടൊരു മെസ്സേജ് കൊടുക്കാനുണ്ട്. അമേരിക്ക മാത്രമല്ല തങ്ങളുടെ സഖ്യകക്ഷി, പാകിസ്ഥാനും ആത്യന്തികമായ സഖ്യകക്ഷിയാണ്. ഒരുപക്ഷെ ഇറാനും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടാവും. അതെന്തുകൊണ്ടാണ്? ഇറാൻ ഈസ് എൻസർക്കിൾഡ് നോട്ട് ഓൺലി ബൈ ദ അറബ് വേൾഡ് ആൻഡ് ഓൾസോ ബൈ ഇസ്രായേൽ, ബട്ട് ഓൺ ദ ഈസ്റ്റേൺ ഫ്രണ്ട് പാകിസ്ഥാനും ഇറാനെ എൻസർക്കിൾ ചെയ്യുകയാണ്. അപ്പം ഇറാന് മേൽ സമ്മർദ്ദം കൂട്ടുന്നതിൻ്റെ ഭാഗമാണോ ചർച്ചകൾ നടത്തുന്ന രാജ്യം തന്നെ ചർച്ചാ മധ്യേ വിമാനങ്ങൾ അയച്ചുകൊണ്ട് സൗദിയുടെ ഭാഗത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിനർത്ഥം ഇത് ഒരുപാട് നിഗൂഢതകളുണ്ട് ഇതിനകത്ത്. ഒരുപക്ഷെ ചർച്ച പൊളിയാൻ വേണ്ടി മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്ത ഒരു പ്രവൃത്തിയായി പോലും ഇതിനെ കാണാം. അതുകൊണ്ട് ഉള്ളുകള്ളികൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ പുറത്ത് വന്നേക്കാം. പക്ഷേ അത്ര സുഗമമായ ഒരു കാര്യം അല്ല ഇത്. പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഏറെ കാര്യങ്ങൾ മറയ്ക്കാനുണ്ട് എന്ന സൂചനയാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു മിലിറ്ററി പാക്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കാജനകമാണ് എന്ന് ചിലരെങ്കിലും പറയുമെങ്കിലും കാര്യമായ ഒരു വിഷയവുമില്ല. അങ്ങനെയെങ്കിൽ സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ എന്തുകൊണ്ട് സൗദിയുടെ പ്രതിരോധത്തിനായി എത്തിയില്ല? പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഇറാനെ ആക്രമിക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് പാകിസ്ഥാൻ കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന ഒരു നിലപാടുള്ള പാകിസ്ഥാനെ അങ്ങനെ അകാരണമായി ഭയപ്പാടോടുകൂടി പാകിസ്ഥാൻ്റെ സേനാ വിന്യാസങ്ങളെ ഭാരതവും നോക്കി കാണേണ്ടതില്ല എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം.